നാം ഓരോരുത്തരും അനുഭവിക്കുന്ന തണൽ നമ്മുടെ അച്ഛൻ കൊണ്ട വെയിലാണെന്ന് പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ താങ്ങും തണലും കരുത്തും കരുതലുമായി നിൽക്കുന്ന അച്ഛന്മാർക്ക് വേണ്ടിയുള്ള ഒരു ദിവസം. അത് ഇന്നാണ് ഫാദേഴ്സ് ഡേ. ശാസിച്ചും ശിക്ഷിച്ചും ഉപദേശിച്ചും നമ്മുടെ വഴികാട്ടിയാകുന്ന അച്ഛൻ്റെ കരുതൽ ഓർക്കാനും ആ സ്നേഹം 10 മടങ്ങായി തിരികെ നൽകണമെന്ന് ഓർമ്മപ്പെടുത്താനുമുള്ള ഒരു ദിനം. ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ സൊനേറ ഡോസ് എന്ന അമേരിക്കൻ വനിതയാണ് ഈ ഫാദേഴ്സ് ഡേ എന്ന ആശയത്തിന് പിന്നിൽ. അമ്മയുടെ മരണത്തിന് ശേഷം തൻ്റെ 5 സഹോദരങ്ങളെ എല്ലാ സുഖ സൗകര്യങ്ങളോടു കൂടിയും വളർത്തി വലുതാക്കിയ അച്ഛനായ വില്യം സ്മാർട്ടിൻ്റെ സ്വാധീനമാണ് സൊനേറയെ ആശയത്തിലേക്ക് എത്തിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അമ്മയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യം അച്ഛനും അർഹിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ പലപ്പോഴും മനഃപൂർവ്വമല്ലെങ്കിലും അത് വിസ്മരിക്കപ്പെടാറുമുണ്ട്. അമ്മയുടെ സ്നേഹത്തിനും കരുതലിനും മുന്നിൽ അച്ഛൻ്റെ സ്നേഹത്തിൻ്റെ തട്ട് താണു പോകാറുണ്ട്. ചിന്തയും മനസ്സും ഒരിക്കലും കാണാൻ കഴിയാത്തതുപോലെ തന്നെ അച്ഛനെയും അച്ഛൻ്റെ ത്യാഗങ്ങളെയും ചിലപ്പോൾ നാം കാണാതെ പോകുന്നു. ആ മനസ്സും നാം അറിയാതെ പോകുന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരുടെ പിതാവിൻ്റെ സംഭാവനയും പ്രചോദനവും സ്വാധീനവും വളരെ വിലമതിക്കുന്ന ഒന്നാണ്. മക്കൾക്ക് അച്ഛനെന്നാൽ എപ്പോഴും ഒരു പൊൻവെളിച്ചം തന്നെയാണ്. ആംഗലേയ കവിയും വാഗ്മിയുമായ ജോർജ് ഹെർബർട്ട് പറയുന്നു, 100-ലേറെ അധ്യാപകർക്ക് സമമാണ് ഒരു പിതാവ് എന്നാണ്. ഏതൊരു കുട്ടിയുടെയും ജീവിതത്തിൽ അവരുടെ ആദ്യത്തെ റോൾ മോഡലും ഗൈഡും സൂപ്പർ ഹീറോയുമെല്ലാം അവരുടെ പിതാവാണ്. ത്യാഗങ്ങൾ സഹിച്ചാണ് ഓരോ ദിവസവും അച്ഛൻ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമ്മ എന്ന സത്യത്തിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒന്നാണ് അച്ഛനെന്ന ആ സത്യവും. ഒരു ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ടാലും അമ്മയുടെ നിഴലിൽ മാഞ്ഞു പോകുന്നവരാണ് പല അച്ഛന്മാരും. അച്ഛൻ സ്നേഹവും സാന്ത്വനവുമാണ്, കൂട്ടും കുടയുമാണ്. അമ്മയോളം അടുപ്പം കാട്ടാനായില്ലെങ്കിലും അച്ഛൻ നമുക്കെല്ലാമാണ്. ഭാവിയെ നിർണ്ണയിക്കുന്ന ഭാഗതയും പുലർത്താനും വളർത്താനും കെൽപ്പും കഴിവുമുള്ളവൻ. എന്നാൽ വാർദ്ധക്യത്തിൽ അച്ഛനെ ഓരോ മക്കളും അവരുടെ മകനായി കാണാൻ കഴിയണം. ബഹുമാനത്തോടെ തന്നെ നിങ്ങളെ കൈപ്പിടിച്ചു നടത്തിയ വഴികളിലൂടെ അവരെ കൈപ്പിടിച്ചു നടത്താൻ, ചൊല്ലിത്തന്ന വാക്കുകൾ അവർക്കായി മടുപ്പില്ലാതെ സ്നേഹപൂർവ്വം തിരിച്ചു ചൊല്ലിക്കൊടുക്കാൻ നമുക്ക് കഴിയണം. കാരണം അവരുടെ കൈപ്പിടിച്ചാണ് നാം പിച്ച് വെച്ച് നടന്നത്. അവരുടെ കൈകളിലാണ് ഭയമില്ലാതെ നാം ഉറങ്ങിയത്. അവരുടെ ത്യാഗമാണ് നമ്മളെ നാം ആക്കിയത്. അവരുടെ സ്വപ്നമാണ് നമ്മുടെ ജീവിതം. തിരികെയൊന്നും പ്രതീക്ഷിക്കാതെ അവർ നമുക്കായി ചെയ്ത നന്മകൾ പുണ്യമായി നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ പിതാവെന്ന മഹാ ചൈതന്യത്തെ നമിക്കാനാവണം. ക്ഷമയും സ്നേഹവും സമർപ്പണവും കഠിനാധ്വാനവും കൊണ്ട് മക്കൾക്കായി ജീവിതം മാറ്റിവെച്ച എല്ലാ അച്ഛന്മാർക്കുമായി പിതൃദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായ ഫാദേഴ്സ് ഡേ ആശംസകൾ. താങ്ക് യു.